ഇനി വഖഫ് ബോർഡില്ല. ഉടനടി നടപടികൾ പൂർത്തിയാക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ തിരക്കിട്ട നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ലാതിരിക്കുമ്പോൾ പഴയ പാർലമെന്റ് മന്ദിരത്തിനകത്ത് രഹസ്യ യോഗം ചേരേണ്ടി വരികയാണ് പ്രതിപക്ഷത്തിന്. അതേസമയം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വഖഫ് ബോർഡിനെ ഇല്ലാതാക്കാനുള്ള വിചിത്രമായ തീരുമാനമാണിപ്പോൾ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുന്നത്. അതുകൊണ്ടുകൂടിയാണ് വഖഫ് ബില്ലിലെ തിരക്കിട്ട നീക്കത്തിന് പിന്നാലെ JPCയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് പ്രത്യേക യോഗം ചേരുന്നത്. പഴയ പാർലമെന്റ് മന്ദിരത്തിലാണ് യോഗം. ഇന്നും നാളെയുമായി നടക്കുന്ന തിടുക്കപ്പെട്ടുള്ള യോഗം മാറ്റണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 30, 31 തീയതികളിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. വിവിധ സംസ്ഥാനങ്ങളിലെ പര്യടനത്തിനിടെ JPC യോഗം തിരക്കിട്ട് നിശ്ചയിച്ചതും വിചിത്രമാണ്. പ്രതിപക്ഷ യോഗത്തിൽ ഇന്നത്തെ JPC കമ്മിറ്റി ബഹിഷ്കരിക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനമുണ്ടാവും. ഇന്നും നാളെയുമായി തീരുമാനിച്ച യോഗം നടത്താനാവില്ല എന്ന് ലക്നൌവിലെ യോഗത്തിനിടെ അംഗങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. 21-ന് അവസാനിച്ച പട്ന, കൊൽക്കത്ത, ലക്നൌ പര്യടനത്തിനിടയിൽ JPC മുമ്പാകെ എത്തിയവരോട് ഒരാഴ്ചക്കകം അഭിപ്രായം അറിയിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുള്ള നീക്കമാണ് വഖഫ് JPCയിൽ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ പറയുന്നത്. NDA ഘടകകക്ഷികളായ ജനതാദൾ U, തെലുങ്കുദേശം പാർട്ടി എന്നിവ വിവാദ വ്യവസ്ഥകളിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് പിൻവലിച്ച് ഘടകകക്ഷികളുടെ ആവശ്യം അംഗീകരിച്ചെന്ന് വരുത്തി മറ്റുള്ളവ നിലനിർത്തി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വഖഫ് ബില്ലുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ നീക്കമെന്ന് JPCയിലെ പ്രതിപക്ഷാംഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ കതകുകൾ തുറന്ന് പ്രതിപക്ഷം ഉടനടി യോഗം ചേരേണ്ടി വരുന്നത്.